ഡൽഹിയിലൊക്കെയുള്ള പഴയ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഒരു ഗർവമുണ്ടായിരുന്നു. ഇന്ന് ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരു ഗുമസ്തന്റെ പദവി പോലുമില്ല. ഞാൻ സത്യസന്ധമായി പറഞ്ഞു, മാഷോട് ചോദിച്ചു നോക്കൂ, ഒരു ഗുമസ്തന്റെ പദവി മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ഏതെങ്കിലും മന്ത്രി ഓഫീസിലേക്ക് കയറി ഇറങ്ങാൻ പറ്റും. ഇപ്പൊ അവിടെ കാവൽ നിന്നപ്പോൾ അവരെ കാണില്ല. മന്ത്രിയുടെ വല്ല PA ഒക്കെ ആയിരിക്കും കാണുന്നത്. അവരൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്താ കാരണം? കേന്ദ്ര സർക്കാർ ഡീൽ ചെയ്യുന്നത് അവരുടെ മുതലാളിമാരുമായിട്ടാണ്. ഇത്ര പേജ്, ഇത്ര എയർ സ്പേസ്, അവർക്ക് മാധ്യമപ്രവർത്തകരെ വേണ്ട. ഒരു മാധ്യമ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പീസ് പോലും കഴിഞ്ഞൊരു 5 വർഷക്കാലത്തിനിടയ്ക്ക് മോഡിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പീസ് പോലും, ഒരു വാർത്ത പോലും വന്നിട്ടില്ല. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം 56 ലക്ഷം പേര് ഇന്ത്യയിൽ മരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം 6.5 ലക്ഷം പേരാണ്. നോക്കുക, ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ കണക്ക് പ്രകാരം 56 ലക്ഷം പേര്. ഇത്രയും വലിയ അന്തരമുണ്ടായി. ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനമോ മാധ്യമ പ്രവർത്തകരോ ഒരു അന്വേഷണാത്മകമായ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്? ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഇലക്ട്രൽ ബോണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തമ്മിൽ ബന്ധം വ്യക്തമാക്കിക്കൊണ്ട് 2 ഡിജിറ്റൽ മീഡിയ മാത്രം രംഗത്ത് വന്നു. 2 ഡിജിറ്റൽ മീഡിയ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ അന്വേഷണാത്മക ജേർണലിസത്തിന്റെ വിഷയമാകേണ്ടതല്ലേ? എത്ര സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് സംഭാവന ചെയ്തത്? ഈ സ്ഥാപനങ്ങളുടെ നയങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കണ്ട് തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ എടുത്തു? ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഏതൊക്കെ തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ഒരു കേവലപരമായിട്ടുള്ള അന്വേഷണ കുതുകിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പരിശോധിക്കേണ്ട ഒരു വാർത്താ പന്താവാണത്. ഒരു വാർത്തയും എവിടെയും വന്നിട്ടില്ല. 2 ഡിജിറ്റൽ മാധ്യമങ്ങൾ മാത്രം അവരുടെ ഇട്ടാവട്ടത്തിൽ ആ വാർത്ത ഓടിച്ചു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും പത്രത്തിൽ കണ്ടിട്ടുണ്ടോ? ഒരു പത്രത്തിലും നിങ്ങൾ കാണില്ല. 33 സ്ഥാപനങ്ങളെ റെയ്ഡ് ചെയ്ത് 335 രൂപ BJP ഫണ്ടിലേക്ക് ആനയിച്ചു എന്ന് പറഞ്ഞ് ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് വരുമ്പോൾ വേറെ ഏതെങ്കിലും ഗവൺമെന്റാണ് കേന്ദ്രം ഭരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ പത്രങ്ങളുടെ തലവാചകം? അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് മോഡിയ ആയി എന്നുള്ളതിൽ മീഡിയക്കാർക്ക് പരാതിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടാകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.